ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത് 2026 സെറ്റ് കെമിസ്ട്രി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ഇനി നമുക്ക് 29ാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇത് നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയം പോർഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സിമ്പിൾ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻസ് COO plus H2 gives CO plus H2O. ഓരോന്നിൻ്റെ ബ്രാക്കറ്റിൽ സോളിഡ്സ് ഗ്യാസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ കൺസിഡർ ചെയ്തേക്കണേ. അപ്പോൾ അത് ഒന്നാമത്തെ ഇക്വേഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഇക്വേഷനിൽ COO plus CO gives CO plus CO2. ഓക്കെ, ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ 1 and 2 are 70 and 580 റെസ്പെക്റ്റീവ്ലി. എന്നിട്ട് ആദ്യത്തെ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ 70 ആണെന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ 580 ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മൂന്നാമതായിട്ടൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. CO2 plus H2 gives CO plus H2O എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെയും ശ്രദ്ധിച്ചോണം, ബ്രാക്കറ്റിൽ ഗ്യാസ് ആണോ സോൾഡ് ആണോ ലിക്വിഡ് ആണോ എന്നൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഈ ചോദ്യം ഒന്ന് എഴുതട്ടെ. CO ഗ്യാസ്. ഓക്കെ, CO ആണ്, കാർബൺ മോണോക്സൈഡ് ആണ്. ഇത് രണ്ടുമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള റിയാക്ഷൻ. അതിൻ്റെ രണ്ടിൻ്റെയും K1ഉം K2ഉം തന്നിട്ടുണ്ട് 580. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള റിയാക്ഷൻ ഉണ്ടല്ലോ, CO2 plus H2 gives എന്തായിരുന്നു CO plus H2. ഓക്കെ, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 3 ഇക്വേഷൻസ്. ആദ്യത്തെ 2 ഇക്വേഷൻസിൻ്റെ K1 ഉം K2 ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 and K2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അത് കമ്പൈൻ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇക്വേഷനാണ് മൂന്നാമത്തെ. ആ ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, അപ്പം നിങ്ങൾ ഒന്ന് നോക്കുക. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ 2 ഇക്വേഷൻസിനെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും എന്നാണ് ഫസ്റ്റ് ചിന്തിക്കേണ്ടത്. നോക്കുക, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ CO2 ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇനി ഈ ഇക്വേഷൻ നോക്കിക്കേ, ഇവിടെ CO2 എവിടെയുണ്ട്? ഇവിടെ CO2 ഉണ്ട്, പക്ഷെ ഇത് റൈറ്റ് സൈഡിലാണ് ആ CO2 കൊടുത്തിട്ടുള്ളത് അല്ലേ. പിന്നെ ഒരു H2 ഗ്യാസ് ഉണ്ട്. H2 ഗ്യാസ് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്, ഇവിടെയും ലെഫ്റ്റ് സൈഡിലാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു CO ഗ്യാസ് ഉണ്ട്. CO ഗ്യാസ് താണ്ട് ഇവിടെ റൈറ്റ് സൈഡിലാണ്, പക്ഷേ ഈ ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിലാണ് CO ഗ്യാസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ H2O ഗ്യാസ് ഉണ്ട്. H2O ഗ്യാസ് താണ്ടേ ഫസ്റ്റ് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലാണ്, ഇവിടെയും റൈറ്റ് സൈഡിലാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പം ഈ ഇക്വേഷനും തന്നെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള CO ഇവിടെ റൈറ്റ് സൈഡിലാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള H2 ഗ്യാസ് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള CO ഗ്യാസ് ഇവിടെ റൈറ്റ് സൈഡിലാണ്. അതേപോലെ ഇവിടെ റൈറ്റ് സൈഡിലുള്ള CO2 ഗ്യാസ് ഇവിടെ ലെഫ്റ്റ് സൈഡിലുമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ ഇക്വേഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക്
ഈ രീതിയിലോട്ട് ഇക്വേഷനെ മാറ്റാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യം ഇപ്പം ഇതുപോലെ 2 ഇക്വേഷൻസ് തന്നിട്ട് മൂന്നാമത്തെ ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വല്ല ചോദ്യം തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കമ്പയർ ചെയ്യേണ്ട കാര്യം ഇതാണ്. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്തുള്ള റിയാക്റ്റൻസ് ഉണ്ടല്ലോ, അതേ സൈഡിൽ തന്നെയാണോ ഈ മൂന്നാമത്തെ ഇക്വേഷനകത്തും ആ റിയാക്റ്റൻറ്റ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കുക. അല്ല, ഓപ്പോസിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ആ ഇക്വേഷനെ അങ്ങ് റിവേഴ്സ് ചെയ്തോണം. അപ്പം ഈ രണ്ടാമത്തെ ഇക്വേഷൻ്റെ റിയാക്റ്റൻറ്റുകൾ പലതും ലെഫ്റ്റ് സൈഡിൽ വന്നത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ്റെ റൈറ്റിൽ വന്നത് ലെഫ്റ്റിലുമായി. അപ്പം അതിൽ നിന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ? റിവേഴ്സിങ് ഇക്വേഷൻ 2, രണ്ടാമത്തെ ഇക്വേഷനെ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് വരും? CO സോളിഡ് പ്ലസ് CO2 ഗ്യാസ് ഗീവ്സ് CaO സോളിഡ് പ്ലസ് CO ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഇക്വേഷനെ റിവേഴ്സ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും റിവേഴ്സ്ഡ് ആയി കാണുമല്ലോ. അപ്പോൾ ഇവിടെ K2ൻ്റെ വാല്യൂ എന്തായി മാറും? 1/580 ആയിട്ട് മാറി. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഇക്വേഷന് യാതൊരു മാറ്റമില്ല. ഞാൻ ആദ്യത്തെ ഇക്വേഷനെയും കൂടെ താഴോട്ടൊന്ന് എടുത്ത് എഴുതുകയാണെ. ഫസ്റ്റ് ഇക്വേഷനിൽ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ CO സോളിഡ് പ്ലസ് H2 ഗ്യാസ് ഗീവ്സ് CO സോളിഡ് പ്ലസ് H2O ഗ്യാസ്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ 2 ഇക്വേഷനെയും കൂടെ ഞാനൊന്ന് ആഡ് ചെയ്യാൻ പോവാണേ. ഇക്വേഷൻ 1ഉം റിവേഴ്സ് ചെയ്ത ഇക്വേഷൻ 2ഉം തമ്മിലൊന്ന് ആഡ് ചെയ്യാനായിട്ട് പോവാണേ. ആഡ് ചെയ്യുമ്പം നമ്മുടെ ഇക്വേഷൻ എന്ത് കിട്ടും നോക്കിക്കേ. CO സോളിഡ് പ്ലസ് CO2 ഗ്യാസ് പ്ലസ് COO സോളിഡ് പ്ലസ് H2 ഗ്യാസ് ഗീവ്സ്. ഇനി റൈറ്റ് സൈഡിലുള്ളവരെല്ലാം കൂടെ എഴുതുക. COO സോളിഡ് പ്ലസ് CO ഗ്യാസ് പ്ലസ് CO സോളിഡ് പ്ലസ് H2O ഗ്യാസ്. ഇനി ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കിക്കേ. ഇവിടെ ഈ സൈഡിൽ CO സോളിഡ് ഉണ്ട്, ഈ സൈഡിലും CO സോളിഡ് ഉണ്ട്. രണ്ടുപേരെയും കൂടെ ക്യാൻസൽ ചെയ്യാമല്ലോ. ലെഫ്റ്റിലും റൈറ്റിലും കോമൺ ആയിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ COO സോളിഡ് ഉണ്ട്, ഇവിടെയും COO സോളിഡ് ഉണ്ട്. അപ്പോൾ ഇയാളെയും ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ ഇനി ബാക്കി ഇവിടെ ഉള്ളവരെ മാത്രം ഞാനൊന്ന് എടുത്ത് എഴുതുകയാണേ. ഇവിടെ ആരുണ്ട്? CO2 ഗ്യാസ് പ്ലസ് H2 ഗ്യാസ് ഗീവ്സ് CO ഗ്യാസ് പ്ലസ് H2O ഗ്യാസ്. ഇതാണോ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്? നോക്കിക്കേ, CO2 ഗ്യാസ് CO2 ഗ്യാസ്, H2 ഗ്യാസ് H2 ഗ്യാസ്, CO ഗ്യാസ് CO ഗ്യാസ്, H2O ഗ്യാസ് H2 ഗ്യാസ് ആണല്ലോ. അപ്പോൾ ഈ 2 ഇക്വേഷൻസിനെ തമ്മിൽ ആഡ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇക്വേഷൻ്റെ രൂപത്തിലുള്ള ഒരു ഇക്വേഷനെ കിട്ടി. ഇനി ആ ഇക്വേഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ 2 ഇക്വേഷൻസിനെ ആഡ് ചെയ്തു. ആഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്തായിരുന്നു, രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ റിവേഴ്സ് ചെയ്തായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ പ്ലസ് രണ്ടാമത്തെ ഇക്വേഷനെ റിവേഴ്സ് ചെയ്തതും കൂടെ കൂട്ടിയപ്പോഴാണ് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ ഇക്വേഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 70 ആയിരുന്നു. രണ്ടാമത്തെ ഇക്വേഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 580 ആയിരുന്നു. പക്ഷെ നമ്മൾ ആ ഇക്വേഷനെ റിവേഴ്സ് എടുത്തതുകൊണ്ട് 1/580 എന്ന് വേണം അവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കൺസിഡർ ചെയ്യാനായിട്ട്. ഇനി 2 ഇക്വേഷൻസിനെ നമ്മൾ കൂട്ടുകയാണ് ചെയ്തെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ന്യൂ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകളെ കൂട്ടുകയാണോ വേണ്ടുന്നത്? അല്ല. ഇക്വേഷൻസ് കൂട്ടിയേക്കുവാണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണാൻ ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകളെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടുന്നത്. ഇനി ഇക്വേഷൻസ് സബ്ട്രാക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് വേണ്ടുന്ന ഇക്വേഷൻ കിട്ടിയതെങ്കിൽ പുതിയ ഇക്വേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണാനായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതെപ്പോഴും ഓർത്ത് വെച്ചേക്കുക.
രണ്ട് ഇക്വേഷൻസിനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകളെ ഡിവൈഡ് ചെയ്തോണം. രണ്ട് ഇക്വേഷനുകളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകളെ മൾട്ടിപ്ലൈ ചെയ്തോണം. ഓക്കെ, അപ്പൊ ഇവിടെ ആരെയൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ആദ്യത്തെ ഇക്വേഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 70, രണ്ടാമത് 580 ആയിരുന്നു, പക്ഷെ നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്തതുകൊണ്ട് 580. അപ്പൊ 70 ഡിവൈഡഡ് ബൈ 580 എന്ന് വരും അല്ലെ. ദാറ്റ് ഈസ് 7/58 എന്ന് വരും. അപ്പൊ ഏകദേശം 0.12 റേഞ്ചിൽ വരും ആൻസർ. നോക്കാം നമുക്ക് ആ റേഞ്ചിലുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത്. ഓപ്ഷൻ എ 0.12 എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ 0.12 എന്നുള്ളതാണ്. ഇത് സിമ്പിൾ ആണ് കേട്ടോ. ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുമെങ്കിലും ഒന്നുമില്ല, കാര്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഇതുപോലെയുള്ള ഏത് ചോദ്യം വന്നാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ആദ്യം രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു ഇക്വേഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് കണക്കാക്കേണ്ടെങ്കിൽ തന്നിട്ടുള്ള ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും തമ്മിലുള്ള റിലേഷൻ നോക്കുക. അതായത് അവിടെ ലെഫ്റ്റ് സൈഡിലുള്ളവർ ഇവിടെ ലെഫ്റ്റ് ആണോ, അവിടെ റൈറ്റ് ഉള്ളവർ ഇവിടെ റൈറ്റ് ആണോ എന്ന് നോക്കുക. അല്ല തിരിഞ്ഞ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെ റിവേഴ്സ് ചെയ്യണം ആദ്യമേ. എന്നിട്ട് അവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ 1/k ആക്കി മാറ്റിക്കോണം ആദ്യമേ. അതിനുശേഷം ഇക്വേഷൻ കൂട്ടുമ്പോഴാണോ കുറയ്ക്കുമ്പോഴാണോ തന്നിട്ടുള്ള ഇക്വേഷൻ വരുന്നതെന്ന് നോക്കുക. കൂട്ടുമ്പോഴാണെങ്കിൽ k1 × k2 ചെയ്യുക, കുറയ്ക്കുമ്പോഴാണെങ്കിൽ k1 ഡിവൈഡഡ് ബൈ k2 ചെയ്യുക. പുതിയ ഇക്വിലിബ്രിയം കിട്ടിക്കോളും. ഓക്കെ ആണേ? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 30ാമത്തെ ചോദ്യം. If atomic dipole moments are aligned anti-parallel but with unequal magnetic moments which result in net magnetization, then the material shows anti-ferromagnetism, ferrimagnetism, ferromagnetism, paramagnetism. അപ്പോൾ കണ്ടീഷൻ, മാഗ്നറ്റിക് ബിഹേവിയറിന്റെ കണ്ടീഷൻ എന്താ തന്നേക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് വായിക്കുക. അറ്റോമിക് ഡൈപോൾ മൊമെന്റ്സ് ആർ അലൈൻഡ് ആന്റി പാരലൽ. ഓക്കെ, ഡൈപോൾ മൊമെന്റ്സ് അലൈൻ ചെയ്തിട്ടുള്ളത് ആന്റി പാരലൽ ആയിട്ടാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഒന്ന് അപ്പ് സ്പിൻ ആണെങ്കിൽ അടുത്ത ഡൗൺ സ്പിൻ, പിന്നെ അപ്പ് സ്പിൻ ഡൗൺ സ്പിൻ, അങ്ങനെ ആന്റി പാരലൽ ആയിട്ട്, എല്ലാം പാരലൽ ആയിട്ടല്ല, ഒന്ന് അപ്പ് ഡൗൺ അല്ലെ അപ്പ് അപ്പ് ഡൗൺ ഡൗൺ, അങ്ങനെ ആന്റി പാരലൽ ആയിട്ടാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. ബട്ട് വിത്ത് അൺഈക്വൽ മാഗ്നറ്റിക് മൊമെന്റ്. അൺഈക്വൽ മാഗ്നറ്റിക് മൊമെന്റ്, ഇപ്പൊ ഈക്വൽ മാഗ്നറ്റിക് മൊമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു അപ്പ് സ്പിൻ ഒരു ഡൗൺ സ്പിൻ, ഒരു അപ്പ് സ്പിൻ ഒരു ഡൗൺ സ്പിൻ, ഒരു അപ്പ് സ്പിൻ ഒരു ഡൗൺ സ്പിൻ എന്ന് പറയാം. അൺഈക്വൽ മാഗ്നറ്റിക് മൊമെന്റ് ആയതുകൊണ്ട് ഒരു അപ്പ് സ്പിന് ഒരു ഡൗൺ സ്പിന്, പിന്നെ ഒരു ഡൗൺ സ്പിന്, പിന്നെ ഒരു അപ്പ് സ്പിന്, പിന്നെ ഒരു അപ്പ് സ്പിന്, പിന്നെ ഡൗൺ സ്പിന്, പിന്നെ അപ്പ് സ്പിന്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വരും. അൺഈക്വൽ മാഗ്നറ്റിക് മൊമെന്റ് ആയതുകൊണ്ട്. ആന്റി പാരലൽ ആയതുകൊണ്ട് തന്നെ അപ്പ് സ്പിനും ഉണ്ട് ഡൗൺ സ്പിനും ഉണ്ട്. അൺഈക്വൽ ആയതുകൊണ്ട് തന്നെ 10 അപ്പ് സ്പിൻ ഉണ്ടെങ്കിൽ 15 ഡൗൺ സ്പിൻ ആയിരിക്കും ഉള്ളത്. മനസ്സിലായോ ഡിഫറൻസ്? ഇനി which result in a net magnetization. It shows which material. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് മെറ്റീരിയലിന്റെ കണ്ടീഷനാണ്? ആന്റി ഫെറോ മാഗ്നറ്റിസത്തിന്റെ കണ്ടീഷനാണോ, ഫെറി മാഗ്നറ്റിസത്തിന്റെ ആണോ, ഫെറോ മാഗ്നറ്റിസത്തിന്റെ ആണോ, പാരാമാഗ്നറ്റിസത്തിന്റെ കണ്ടീഷനാണോ ഈ കൊടുത്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. നോക്കിക്കേ നിങ്ങൾ, ഞാൻ ഇവിടെ ഓരോ പ്രോപ്പർട്ടീസും, ഓരോ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും അവരുടെ പ്രത്യേകതകൾ, പെക്യുലിയാരിറ്റീസും അവരുടെ റെപ്രസെൻറ്റേഷനും അവരുടെ എക്സാമ്പിൾസും ആപ്ലിക്കേഷൻസും കൂടെ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആയിക്കോളും. അടുത്ത തവണ ഈ മാഗ്നറ്റിസം റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഫസ്റ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആണ്. ഡയാമാഗ്നറ്റിക് ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഫുൾ പെയർഡ് കണ്ടീഷൻ ആണ് അല്ലേ. ഇപ്പം 10 അപ്പ് സ്പിൻ ഉണ്ടെങ്കിൽ 10 ഡൗൺ സ്പിന്നും ഉണ്ടായിരിക്കും അല്ലേ. നോക്കുക, റിപ്പൽ വീക്ക്ലി ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ് സച്ച് സോളിഡ്സ് ഹാവ് ഓൺലി പെയർഡ് ഇലക്ട്രോൺസ്. അവിടെ പെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസേ കാണുള്ളൂ. ഒന്ന് അപ്പ് അടുത്ത ഡൗൺ, അടുത്ത അപ്പ് അടുത്ത ഡൗൺ, അങ്ങനെ 5 അപ്പ് സ്പിൻ ഉണ്ടെങ്കിൽ 5 ഡൗൺ സ്പിൻ ഉണ്ടാവും. എല്ലാം പെയർഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് മാത്രമേ ഡയാമാഗ്നറ്റിക്കിന്റെ കേസിൽ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ആൻഡ് ദേ ആർ റിപ്പൽഡ് വീക്ക്ലി ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ്. അത് നോക്കി വെച്ചേക്കാം. ഡയാമാഗ്നറ്റിസത്തിന്റെ കേസിൽ അവരുടെ റിപ്പൾഷൻ എങ്ങനെയാണ്? റിപ്പൽഡ് വീക്ക്ലി ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് ആണ് കേട്ടോ. റിപ്പൽഡ് വീക്ക്ലി ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ആൻഡ് അവരുടെ അലൈൻമെന്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇരിക്കും. എല്ലാം പെയർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അലൈൻ ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾസ് കൂടെ നോക്കി വെച്ചേക്കാം. ബെൻസീന്, NaCl, TiO2, V2O5 ഒക്കെ ഡയാമാഗ്നറ്റിക് കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾസ് ആണ്. ആൻഡ് ഡയാമാഗ്നറ്റിസം നമ്മൾ എവിടെയാണ് യൂഷ്വലി ആപ്ലിക്കേഷൻസ് വരുന്നത്? നമ്മുടെ ഇൻസുലേറ്റേഴ്സിന്റെ ഒക്കെ കേസസിൽ ഡയാമാഗ്നറ്റിസത്തിന്റെ ആപ്ലിക്കേഷൻസ് വരാറുണ്ട്. അടുത്തത് പാരാമാഗ്നറ്റിസം. നോക്കാം, പാരാമാഗ്നറ്റിസത്തിന്റെ പ്രത്യേകത എന്താണ്? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ. ചിലപ്പം 5 എണ്ണം അൺപെയർഡ് ആയിരിക്കും, ചിലപ്പോൾ 5 എണ്ണം അപ്പ് സ്പിൻ ആയിരിക്കും, ചിലപ്പോൾ 5 എണ്ണം ഡൗൺ സ്പിൻ ആയിരിക്കും.
അങ്ങനെ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് വരുന്ന കണ്ടീഷൻസ് ആണ് യൂഷ്വലി പാരാമാഗ്നറ്റിസം എന്ന് പറയുന്നത്. ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം മറ്റേവർ ഡയമാഗ്നറ്റിസം എന്തായിരുന്നു, റിപ്പൾഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു. എന്നാൽ പാരാമാഗ്നറ്റിസം വന്നപ്പോഴത്തേന് എന്താണ്, വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് ആണ് വരുന്നത്. ആൻഡ് ദേ കനോട്ട് ബി പെർമനന്റ്ലി മാഗ്നറ്റൈസ്ഡ്. അവരെ നമുക്ക് പെർമനന്റ് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതും നോട്ട് ചെയ്ത്, ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനകത്തൊക്കെ വരാം കേട്ടോ. അപ്പോൾ പാരാമാഗ്നറ്റിസത്തിനകത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, അവർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അവരെ നമുക്ക് പെർമനന്റ്ലി മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പെർമനന്റ്ലി നമുക്ക് അവരെ മാഗ്നറ്റൈസ് ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, ആൻഡ് അവരുടെ അലൈൻമെന്റ് നട കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ് O2, BO, CuO, TiO ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ആപ്ലിക്കേഷൻസ് എവിടെയാണ് വരുന്നത്? ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെയാണ് ഇവരുടെ ആപ്ലിക്കേഷൻസ് കൂടുതലായിട്ടും വരുന്നത്. ഓക്കെ, അടുത്തത് ഫെറോമാഗ്നറ്റിസം. ഫെറോമാഗ്നറ്റിസം എന്ന് പറയുമ്പോഴത്തേന് അവരുടെ കേസിലും ഓൾസോ ഹാവ് അൺപെയർഡ് ഇലക്ട്രോൺസ്. പാരാമാഗ്നറ്റിസത്തിനെ പോലെ തന്നെ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് എവിടെയുണ്ട്? ഫെറോമാഗ്നറ്റിസത്തിന്റെ കേസിലുമുണ്ട്. സ്ട്രോങ്ലി അട്രാക്റ്റഡ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ്. ഇവരുടെ കേസിൽ നമ്മൾ പറഞ്ഞു പാരാമാഗ്നറ്റിസം വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു. പക്ഷെ ഫെറോമാഗ്നറ്റിസം വരുമ്പോഴത്തേനോ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് ആണ്. Such solids can be permanently magnetized. ഇവരെ നമുക്ക് പെർമനന്റ്ലി മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല. പക്ഷേ ഇവരെ നമുക്ക് പെർമനന്റ്ലി മാഗ്നറ്റൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ such solids can be permanently magnetized on heating to a temperature called Curie point. These solids change to paramagnetic solid. ഇനി ഫെറോമാഗ്നറ്റിസം ബിഹേവിയർ കാണിക്കുന്ന ആളുകളെ നമ്മളൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കോൾഡ് ക്യൂറി ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവര് ഏതിലോട്ട് കൺവേർഷൻ നടക്കും? ഇവർ ഈ ഫെറോമാഗ്നറ്റിസത്തിൽ നിന്നും പാരാമാഗ്നറ്റിക് ബിഹേവിയറിലേക്ക് കൺവേർഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഫെറോമാഗ്നറ്റിസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. പാരാമാഗ്നറ്റിസത്തിനെ പോലെ തന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ബട്ട് they are strongly attracted by the magnetic field ആണ്. പാരാമാഗ്നറ്റിസം വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു, പക്ഷെ ഇവർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ദെൻ ഇവരെ നമുക്ക് പെർമനന്റ്ലി മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്നവരാണ് ഫെറോമാഗ്നറ്റിസം. പിന്നെ ഓർക്കേണ്ട കാര്യം, ക്യൂറീസ് പോയിന്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമുക്ക് ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിനെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. 4 പോയിന്റ്സ് പറഞ്ഞു, 4 പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആൻഡ് ഇവരുടെ കേസിൽ അലൈൻമെന്റ് നോക്കിക്കേ, വ്യത്യാസം നോക്കിക്കേ. ഫെറോമാഗ്നറ്റിസത്തിന്റെ കേസിൽ അൺപെയർഡ് ആയിട്ട് ഈ രീതിയിലാണ് അവരുടെ അലൈൻമെന്റ് വരുന്നത്. എക്സാമ്പിളോട് നോക്കി വെച്ചേക്കാം. അയൺ, നിക്കൽ, കൊബാൾട്ട്, ക്രോമിയം ഡയോക്സൈഡ് ഒക്കെ നമുക്ക് ഇവരുടെ എക്സാമ്പിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ ആപ്ലിക്കേഷൻസ് വരുന്നത് CrO2 യൂസ്ഡ് ഇൻ ഓഡിയോ വീഡിയോ ടേബ്സിലൊക്കെ എക്സാമ്പിൾ ആയിട്ടുള്ള CrO2 നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ആപ്ലിക്കേഷൻ സൈഡിൽ വരും. ദെൻ അടുത്തത് ആൻറ്റി ഫെറോമാഗ്നറ്റിക്. നോക്കുക, ഇൻ ദീസ് സോളിഡ്സ് ചേഞ്ചസ് ഇലക്ട്രോൺസ് അലൈൻ ദംസെൽസ് in these solids changes electrons align themselves in such a way that resultant magnetic field is magnetic moment is 0. അപ്പോൾ ആൻറ്റി ഫെറോമാഗ്നറ്റിസത്തിനകത്ത് ഇവിടെ ഇലക്ട്രോൺസ് എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നത്? നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 വരുന്ന രീതിയിൽ അലൈൻ ചെയ്യും. അതായത് 1 അപ്പ് 1 ഡൗൺ, 1 അപ്പ് 1 ഡൗൺ, ആ രീതിയിൽ അലൈൻ ചെയ്യുമ്പോഴത്തേന് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് അവിടെ എന്താ വരിക? 0 അല്ലേ. അപ്പോൾ അവിടെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 വരുന്ന രീതിയിലാണ് ഇലക്ട്രോൺസ് ആൻറ്റി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ അലൈൻ ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾ Cr2O3 ഉണ്ട്, COO ഉണ്ട്, CO3O4 ഉണ്ട്, Fe2O3, MnO, MnO2 ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാമേ. ദെൻ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി മെഷർമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇവരെ കൂടുതലായിട്ടും ആപ്ലിക്കേഷൻ വരുന്നത് ഇവരുടെ. അടുത്തത് ഫെറി മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഫെറി മാഗ്നറ്റിക് മെറ്റീരിയൽസ് നോക്കാം. അൺപെയർഡ് ഇലക്ട്രോൺസ് അലൈൻഡ് ദംസെൽസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദർ ഇസ് എ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ്. അപ്പം അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷേ ഇവർ അപ് സ്പിന്നും ഡൗൺ സ്പിന്നുമായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 അല്ല. അതായത് ചിലപ്പോൾ 10 അപ് സ്പിൻ ഉണ്ടെങ്കിൽ 15 ഡൗൺ സ്പിൻ ഉണ്ടാവും. അപ്പം നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 വരുമോ? ഇല്ല. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനാണ് ആരുടെ? നമ്മുടെ ഫെറി മാഗ്നറ്റിസത്തിന്റെ. Fe3O4 ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? അറ്റോമിക് ഡൈപോൾ മൊമെന്റ്സ് അലൈൻഡ് ആന്റി പാരലൽ ആയിട്ട്, അതായത് അപ്പും ഡൗണും ആയിട്ടാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അൺഈക്വൽ മാഗ്നറ്റിക് മൊമെന്റ്സ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ, അതായത് 10 അപ്പ് ഉണ്ടെങ്കിൽ 5 ഡൗണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു നെറ്റ് മാഗ്നറ്റൈസേഷൻ ഉണ്ട്. അത് ആരുടെ കണ്ടീഷനാണ് നമ്മൾ ഈ പറഞ്ഞതിൽ?
ഈ പറഞ്ഞതിൽ ഫെറി മാഗ്നറ്റിസത്തിന്റെ കണ്ടീഷനാണ്. അപ്പം നിങ്ങൾ ഓരോന്നിനെയും കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. എന്താണ് ഫെറോ മാഗ്നറ്റിസത്തിന്റെ കണ്ടീഷൻസ്, എന്താണ് ആന്റി ഫെറി മാഗ്നറ്റിസത്തിന്റെ കണ്ടീഷൻ, എന്താണ് ഫെറി മാഗ്നറ്റിസത്തിന്റെ കണ്ടീഷൻ, എന്താണ് പാരാഡയ മാഗ്നറ്റിസത്തിന്റെ കണ്ടീഷൻ, ഓരോന്നിന്റെയും കണ്ടീഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഡേറ്റാസ് തന്നിട്ട് അത് ഏത് മാഗ്നറ്റിക് ബിഹേവിയർ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പം അത് കൃത്യമായിട്ടും മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നമ്മുടെ പോളിമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ഈസി ചോദ്യമാണ്. മറ്റേ നമ്മുടെ സാധാ ചെറിയ ചെറിയ എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നേ. ദ പോളിഅമൈഡ് അമംഗ് ദ പോളിമേഴ്സ് ഗിവൺ ബിലോ. നമ്മൾ +2 പഠിക്കുന്ന കാര്യമാണ്. പോളിഅമൈഡിന്റെ എക്സാമ്പിൾ ഏതാണ്? പോളി മീഥൈൽ മെഥാക്രിലേറ്റ് ആണോ, ടെഫ്ലോൺ ആണോ, ഡാക്രോൺ ആണോ, നൈലോൺ 6 ആണോ? യൂഷ്വലി നൈലോൺ 6ഉം നൈലോൺ 6,6ഉമാണ് ആരുടെ കൂട്ടത്തിൽ വരുന്നത്? പോളിഅമൈഡ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത് കേട്ടോ. നൈലോൺ 6ന്റെ മോണോമർ ആരായിരുന്നു? ക്യാപ്രോലാക്റ്റോ ആണ്. അതേപോലെ നൈലോൺ 6,6ന്റെ ഹെക്സാമെത്തിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും ആണ് കേട്ടോ. അതുകൂടെ ഒക്കെ നോക്കി വെച്ചേക്കുക. അതൊക്കെ സാധാരണ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നൈലോൺ 6 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 32ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റോങ്ലി ഡിസ്ക്രൈബ്ഡ് മാക്സ്വെൽ റിലേഷൻസ് ഇൻ ദി തെർമോഡൈനാമിക്സ്? അപ്പം മാക്സ്വെൽ റിലേഷൻസിന്റെ കൂട്ടത്തിൽ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ടാണ് ചോദ്യം. ഓക്കെ, അപ്പം ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ള സമയത്തും നമ്മൾ ലൈവ് സെഷൻസ് എടുത്തിട്ടുള്ള സമയത്തും എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്, മാക്സ്വെൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഷുവർ ആണ്. എല്ലാ തവണയും ഒരു ചോദ്യമെങ്കിൽ ഒന്നല്ലെങ്കിൽ 2 ചോദ്യങ്ങൾ മാക്സ്വെൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങൾ കഴിഞ്ഞ തവണത്തെയോ അതിൻ്റെ മുന്നത്തെയോ ഏത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാലും ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ മാക്സ്വെൽ റിലേഷൻസ്. ഇനി അടുത്ത തവണത്തേന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ മാക്സ്വെൽ റിലേഷൻസ് വിടരുത്. സ്ഥിരം റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് മാക്സ്വെൽ റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഈ മാക്സ്വെൽ റിലേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് ഒന്ന് പറയാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതാണ് റോങ് ഏതാണ് ശരി എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ തെർമോഡൈനാമിക് റിലേഷൻസ് 4 തെർമോഡൈനാമിക് റിലേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ ഇന്റേണൽ എനർജി, എൻതാൽപ്പി, നമ്മുടെ ഗിബ്സ് ഫ്രീ എനർജി, ഹെംഹോൾസ് ഫ്രീ എനർജി, ഇവർ 4 പേരും എങ്ങനെയാണ് ടെമ്പറേച്ചർ, എൻട്രോപ്പി, പ്രഷർ, വോളിയം ഈ 4 ടേംസുമായിട്ട് പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ളത് എന്ന് കാണിക്കാനായിട്ട് നമ്മളൊരു 4 റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആദ്യമായി ഇക്വേഷൻസ് ഒന്ന് എടുത്ത് എഴുതാമേ. ഇ ഇന്റേണൽ എനർജീനെ നമ്മൾ ഇ എന്നോ യു എന്നോ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇ ഈസ് ഈക്വൽ ടു TdS മൈനസ് PdV. അടുത്ത നമ്മുടെ എൻതാൽപ്പിയുടെ ഇക്വേഷൻ H ഈസ് ഈക്വൽ ടു TdS പ്ലസ് VdP. അടുത്തത് നമ്മുടെ എന്താണ് ഹെംഹോൾസ് ഫ്രീ എനർജിയുടെ ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതാം. H ഈസ് ഈക്വൽ ടു TdS പ്ലസ് VdP. അടുത്ത നമ്മുടെ ഗിബ്സ് ഫ്രീ എനർജിയുടെ ഇക്വേഷൻ G ഈക്വൽ ടു -S dt പ്ലസ് VdP. ആൻഡ് നമ്മുടെ ഹെംഹോൾസ് ഫ്രീ എനർജിയുടെ ഇക്വേഷൻ -S dt മൈനസ് PdV. ഓക്കെ, അപ്പോൾ ഈ 4 റിലേഷൻഷിപ്പിൽ നിന്നാണ് നമ്മൾ മാക്സ്വെൽ റിലേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. നോക്കിക്കേ, ഞാൻ ഒരെണ്ണത്തിൻ്റെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞു തരാം. സെയിം ഫോർമാറ്റിലാണ് എല്ലാവരുടെ കേസിലും റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക. നോക്കാം, ഈ ഫസ്റ്റ് ടേം ഉണ്ടല്ലോ, ആ ഫസ്റ്റ് ടേമിനെ വിത്ത് റെസ്പെക്ട് ടു രണ്ടാമത്തെ ടേമിലെ ഡെറിവേറ്റീവ് വെച്ചിട്ട് ഡി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ടേം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ഇവിടുത്തെ രണ്ടാമത്തെ ടേം. മനസ്സിലായോ? ആദ്യത്തെ ടേമിനെ ഇവിടുത്തെ രണ്ടാമത്തെ ടേം വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ ടേമിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. അത് എന്തിന് ഇക്വലന്റ് ആണ്? ഇവിടുത്തെ രണ്ടാമത്തതിലെ ആദ്യത്തെ ടേമിനെ ഇവിടുത്തെ രണ്ടാമത്തെ ടേം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അറ്റ് ഇവിടുത്തെ രണ്ടാമത്തെ ടേം കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. മനസ്സിലായോ? ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് ബി. ഇതാണ് ഫസ്റ്റ് മാക്സ്വെൽ റിലേഷൻ. ഓക്കെ, ആ സെയിം ഫോർമാറ്റിൽ നമുക്ക് ഈ ബാക്കി 3 ഇക്വേഷൻസിൽ നിന്നും കൂടെ ആ റിലേഷൻഷിപ്പ് ഒന്ന് ഡിറൈവ് ചെയ്തെടുത്ത് നോക്കാം. നോക്കിക്കേ,
ആദ്യത്തെ ടേം ഡോ ടീനെ ഡോ പി വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആരെ കോൺസ്റ്റന്റ് ആക്കണം? എസിനെ കോൺസ്റ്റന്റ് ആക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഫസ്റ്റ് ടേം ഡോ വിനെ ഇവിടുത്തെ സെക്കൻഡ് ടേം വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡോ എസ് അല്ലേ? അപ്പോൾ ആരെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം? ഇവിടുത്തെ സെക്കൻഡ് ടേമിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. അപ്പോൾ രണ്ടാമത്തെ റിലേഷൻ കിട്ടി. ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് പി. രണ്ടാമത്തെ റിലേഷൻഷിപ്പ് കിട്ടി. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. ഇവിടുത്തെ റിലേഷൻഷിപ്പ് എങ്ങനെയാ? ആദ്യത്തെ ടേം മൈനസ് ഡോ എസ് ബൈ ഇവിടുത്തെ രണ്ടാമത്തെ ടേം ഡോ പി. ആരെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം? ഇവിടുത്തെ രണ്ടാമത്തെ ടേമിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഫസ്റ്റ് ടേം ഡോ വിനെ ഇവിടുത്തെ സെക്കൻഡ് ടേം വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പം ഇവിടുത്തെ രണ്ടാമത്തെ ടേമിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. നോക്കിക്കേ, മൈനസ് ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, അടുത്തത് ഇവിടുത്തെ ഫസ്റ്റ് ടേം അതിനെ ഇവിടുത്തെ സെക്കൻഡ് ടേം വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ടേം കോൺസ്റ്റന്റ് ആക്കി വെക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഫസ്റ്റ് ടേമിനെ ഇവിടുത്തെ സെക്കൻഡ് ടേം വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ടേമിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടിടത്തും മൈനസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ മൈനസിനെ അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, 4 മാക്സ്വെൽ റിലേഷൻസ് നമുക്ക് കിട്ടി. ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് വി. അടുത്ത മൈനസ് ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അടുത്തത് ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ആൻഡ് ഫൈനലി ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കേ, ഡി യു ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വി എന്നാണ്. അവിടെ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് എന്താണ്? ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എസ് അറ്റ് ബി എന്നാണ്. അങ്ങനെ ഒരെണ്ണം ഉണ്ടോ നോക്കിക്കേ. ഡോ ടി ബൈ ഡോ പി ആണ്. ഇല്ല. അപ്പം ഡോ പി ബൈ ഡോ എസിൻ്റെ ഉണ്ടോ? ഡോ പി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് ഈക്വൽ ടു ഡോ വി. ഓക്കെ, ഇങ്ങനെ ഒരെണ്ണം ഇല്ല. അപ്പം അത് പോട്ടെ. അടുത്തത് ഡോ ഡി എച്ച് ഈസ് ഈക്വൽ ടു ടി ഡി എസ് പ്ലസ് ബി ഡി പി ആണ്. അതിനകത്ത് നിന്നുള്ളത് നോക്കാം. എന്താ വരിക? ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് പി. അതുണ്ടോ നോക്കാം. ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് പി. ഓക്കെ, ഇതുണ്ട്. അപ്പോൾ അത് ശരിയാണ്. ഓക്കെ, അടുത്ത നോക്കിക്കേ. ഡി ജി ഈസ് ഈക്വൽ ടു മൈനസ് എസ് ഡി ടി പ്ലസ് പി ഡി വി എന്നാണ്. സോറി, പ്ലസ് ബി ഡി പി എന്നാണ്. അത് നോക്കാം. മൈനസ് ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അതിവിടെ ഉണ്ടോ നോക്കിക്കേ. മൈനസ് ഡോ എസ് ബൈ ഡോ പി മൈനസ് ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ഡോ വി ബൈ minus dou s by dou p at constant temperature is equal to dou v by dou t at constant pressure അല്ലേ? dou v by dou t at constant pressure ആണ്. പക്ഷെ അവിടെ dou v by dou s at constant pressure. ഓക്കെ, ഇതാണ്. ഇങ്ങോട്ട് നോക്കുക. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. dou t by dou v at constant s equal to minus dou p by dou s at constant v ആണ്. അപ്പം dou t by dou v ഇടത് നമുക്ക് തന്നിട്ടുണ്ടോ കേസ്? ഇല്ല, നിങ്ങൾ നോക്കിയാൽ മതി. ഇതും ഈ ഓപ്ഷൻസും വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഈ കൂട്ടത്തിൽ ഇല്ലാത്ത ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് ഡോ പി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് വി ഈക്വൽ ടു ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് പി എന്നുള്ളതാണ് റോങ്ലി ഡിസ്ക്രൈബ്ഡ് ആയിട്ടുള്ളത്. ബാക്കി ഈ 3 എണ്ണം നിങ്ങൾ ഇത് വെച്ചിട്ടൊന്ന് റീചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്താൽ മതി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.